കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. പ്രത്യേകിച്ച് ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ വചനം കേൾക്കുന്ന യൂട്യൂബ് ചാനൽ വഴി ഈ വചനം കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മത്തായി സുവിശേഷം 9-ാമത്തെ അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം ഇന്ന് പകൽക്കാലം വായിക്കുന്നു. യേശു തിരിഞ്ഞ് അവളെ കണ്ടപ്പോൾ, മകളെ ധൈര്യപ്പെടുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ സ്ത്രീക്ക് സൗഖ്യം വന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, യേശു കർത്താവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ്, പ്രൈസ് ദി ലോർഡ്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആമേൻ ശുശ്രൂഷയുടെ നടുവിൽ ഇറങ്ങുമ്പോൾ ഇന്ന് പകലിൽ ആമേൻ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ നടുവിൽ ഇറങ്ങി നിൽക്കുകയാണ്. സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഇന്നലെ ഞാൻ സൂചിപ്പിച്ചത് ഇങ്ങനെയാണ്: പരിശുദ്ധാത്മാവുള്ള വ്യക്തിയെ ആമേൻ ഈ ലോകത്തിന് അറിയത്തില്ലെങ്കിലും ആമേൻ ഈ ലോകത്തിൽ സഞ്ചരിക്കുന്ന ശത്രുവിനറിയാം പരിശുദ്ധാത്മാവുള്ളവനെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവാത്മാവ് ഉള്ളവനെ ഈ ലോകം അറിഞ്ഞില്ലെങ്കിലും ദൈവം അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇവിടെ യേശു ശിഷ്യന്മാരും കൂടെ യാത്ര ചെയ്യുമ്പോൾ, സ്തോത്രം, വളരെ പുരുഷാരം ആമേൻ യേശുവിനെ ഇങ്ങനെ തിക്കി തിരക്കി ആമേൻ ഞെരുക്കിയൊക്കെ വരുമ്പോൾ അതിനകത്ത് ഒത്തിരി സൗഖ്യങ്ങൾ വെളിപ്പെടുന്നു. ഒത്തിരി ശുശ്രൂഷകൾ യേശു കർത്താവ് ഈ 9-ാമത്തെ അധ്യായത്തിൽ ചെയ്യുന്നു. ആമേൻ. പക്ഷപാതക്കാരനെ സൗഖ്യമാക്കി. ആമേൻ. യായിറോസിൻ്റെ മകളെ ഉയർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അനേക പാപികൾ, കുരുടന്മാർ, ഭൂതഗ്രസ്തരെയൊക്കെ യേശു സൗഖ്യമാക്കുന്നു. വലിയ വിടുതലുകൾ സംഭവിക്കുന്ന ഒരു അധ്യായമാണ് ഈ 9-ാമത്തെ അധ്യായം. ഈ 9-ാമത്തെ അധ്യായത്തിൽ തന്നെ നാളുകളായി ഏകദേശം 12 വർഷം, പ്രൈസ് ദി ലോർഡ്, രക്തസ്രാവമുള്ള ഒരു സഹോദരിയാണ് അവിടെ വന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലെങ്കിലും ഒന്ന് തൊട്ടാൽ എനിക്ക് എന്ത് ചെയ്യും, സൗഖ്യം വരുമെന്നുള്ള അവളുടെ അകമൊഴിഞ്ഞ ഒരു വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ ആമേൻ വചനം പറയുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള നിശ്ചയവുമാകുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ഈ സന്ദേശം ദൈവാത്മാവ് എന്നിൽ തരുമ്പോൾ, യേശു തിരിഞ്ഞ് അവളെ കണ്ടപ്പോൾ, അമ്മ നോക്കൂ, അവൾ മാത്രമല്ല അവിടെ ഉള്ളത്, ഒത്തിരി സഹോദരിമാർ അവിടെ ഉണ്ട്. ഒത്തിരി സഹോദരിമാർ അവിടെ ആ യേശുവിൻ്റെ ചുറ്റുമുണ്ട്. പിന്നെ എന്തായിരിക്കും യേശു അവളെ മാത്രം തിരിഞ്ഞു നോക്കിയത്? പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവളെ വിശ്വാസം കണ്ടപ്പോൾ, ഹല്ലേലൂയ, അവളുടെ ജീവിതത്തിനകത്ത് ആമേൻ അവളുടെ വിശ്വാസത്തിൻ്റെ ആഴം യേശു കണ്ടു. ഇന്ന് പകലിൽ ദൈവപൈതലേ, 1000 പേര് നിന്റെ ചുറ്റും നിന്നാലും, ആമേൻ, 1000 പേര് നിന്റെ ചുറ്റും ആമേൻ നിന്നെ തിക്കി തിരക്കി നിന്നാലും വിശ്വാസത്തിൻ്റെ കണ്ണുകളെ തിരിച്ചറിയാൻ യേശുവിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു അവളെ കണ്ട് ആമേൻ അവളോട് പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, എന്താണ്? നീ എന്ത് ചെയ്യണ്ട? ആമേൻ, ഭയപ്പെടേണ്ട. സ്തോത്രം. ഹല്ലേലൂയ. നീ ധൈര്യപ്പെടുക, നീ ഭയപ്പെട്ടു പോകേണ്ട കേട്ടോ. സ്തോത്രം. ഇവിടെ പറയാം, മകളെ ധൈര്യപ്പെടുക. അപ്പോൾ അവൾക്ക് എന്തുണ്ടായിരുന്നു? ഒരു ഭയമുണ്ടായിരുന്നു. ആമേൻ. ആ ഭയം അവളെ വിട്ടു മാറി. സ്തോത്രം. ഇന്ന് പകലിൽ വചനത്തിൻ്റെ മുൻപിൽ ഭയത്തോടെ, ആമേൻ, ദൈവവചനത്തിലുള്ള ഭയമല്ല, അല്ലാതെ എന്തൊക്കെയോ ദേശത്തിലെ രാജ്യങ്ങളിലെ പൈശാചിക മണ്ഡലങ്ങൾ ഒരുക്കുന്ന ചില ഭയങ്ങൾ ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം അതിനെ തുടച്ചു മാറ്റിയിട്ട് പറയുക, മകളെ ധൈര്യപ്പെടുക. ആമേൻ. ആ വാക്ക് ശ്രദ്ധിച്ചേ. യേശുവിൻ്റെ വാക്ക് അവളെ ശരീരം മുഴുവനും ആമേൻ വ്യാപരിപ്പാൻ തുടങ്ങി. ഇന്ന് പകലിൽ യേശുവിൻ്റെ വാക്ക് നിന്റെ ശരീരത്തിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ, യേശുവിൻ്റെ കരം നിന്റെ ശരീരത്തിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ, ഏത് രോഗത്തെയും
യേശു ഇന്ന് പകൽ സൗഖ്യമാക്കാൻ പോകുകയാണ്. എൻ്റെ ഹൃദയതലങ്ങളിലെ വിശ്വാസത്തിൻ്റെ ആഴം, എൻ്റെ ഹൃദയതലങ്ങളിലെ ആമേൻ സ്തോത്രം പ്രാർത്ഥനയുടെ നാളം, ഉടബല രകൽഖന വൈഡകര ജഗൽഖനാദി, ഇന്ന് പകൽക്കാലം സ്വർഗം കണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ സ്വർഗം നിങ്ങളെ കണ്ടിരിക്കുക. കാരണം പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിൽ നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങളുടെ നടുവിൽ ഇറങ്ങി വരുന്ന ഒരു സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം ഇതിനകത്തിറങ്ങി നിന്ന് പറയുന്നു, നീ എന്ത് ചെയ്യുക? ധൈര്യപ്പെടുക. ആമേൻ. ഒന്ന് ധൈര്യം നിന്റെ ജീവിതത്തിൽ വേണം. ആമേൻ, സ്തോത്രം. ആ സഹോദരി വളരെ ആമേൻ സ്തോത്രം ധൈര്യപ്പെട്ടു. ഹല്ലേലൂയ. നോക്കിക്കേ, ഹല്ലേലൂയ. 21 വാക്യം പറയുന്നു, അവൻ്റെ വസ്ത്രം മാത്രം ഒന്ന് തൊട്ടാൽ, പ്രൈസ് ദി ലോർഡ്, എനിക്ക് സൗഖ്യം വരും. ഇന്ന് ഏറ്റവും കൂടുതൽ വിശ്വാസം കുറഞ്ഞിരിക്കുന്ന ആത്മീയ ഗോളത്തിനകത്ത്, പ്രൈസ് ദി ലോർഡ്, ഏതെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം ആരാധിക്കുന്ന ദൈവവചനം ആണോ നമ്മുടെ മുമ്പിലിരിക്കുന്നത്? ആമേൻ. ആദ്യം സഭയ്ക്കകത്ത് വിശ്വാസത്തിൻ്റെ ആഴം വർദ്ധിക്കണം. സഭയ്ക്കകത്ത് മാനസാന്തരം നടക്കണം, പരിവർത്തനങ്ങൾ നടക്കണം. സഭയ്ക്കകത്ത് മാനസാന്തര പ്രസംഗങ്ങൾ, ഉണർവിന്റെ യോഗങ്ങൾ മാത്രം പോരാ, മാനസാന്തരം സഭയ്ക്കകത്ത് നടക്കണം. മനസ്സ് പുതുക്കി രൂപാന്തരങ്ങൾ ആലയത്തിനകത്ത് നടക്കണം. ആലയത്തിനകത്ത് ആര് പരസ്പരം മിണ്ടുന്നു? കർത്തൃമേശ കഴിയുമ്പോൾ ഒന്ന് കൈ പോലും കൊടുക്കുന്നില്ലല്ലോ. ആലയത്തിനകത്താണ് മാനസാന്തരം നടക്കേണ്ടത്. ആമേ, മാനസാന്തരം പുറത്തല്ല നടക്കേണ്ടത്, അകത്താ. സഭയ്ക്കകത്ത് ആഴ്ചയിൽ ഒരു മാനസാന്തര മീറ്റിംഗ് അമ്മേ ക്രമീകരിച്ച് തന്നെ വരണം. ഹല്ലേലൂയ. രഥത്താൽ ജയമെടുക്കുന്നു. നോക്കൂ, യേശുവിൻ്റെ വസ്ത്രം മാത്രം ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും എന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞു. പുറകിൽ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു. കണ്ടോ, ഒരു അത്ഭുതം. ഇന്ന് പകൽ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊടാൻ പറ്റുമോ? ആ കാൽപാദത്തിലേക്കൊന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. ഇതിൻ്റെ ഏറെ നാളത്തെ പ്രാർത്ഥനാ വിഷയത്തെ ഇന്ന് പകൽക്കാലം കർത്താവ് പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. ഏറെ നാളായി നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, നീ കരഞ്ഞുകൊണ്ടിരിക്കുന്ന, നീ ഉപവസിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന് ഇന്നലെ വരെ മറുപടി ഇല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം സ്വർഗം പറയുന്നതിൻ്റെ വിഷയത്തിന് മറുപടി വന്നു കഴിഞ്ഞിരിക്കുക. സ്തോത്രം. മനുഷ്യൻ എന്തോ പറയട്ടെ, മനുഷ്യൻ നിന്നെക്കുറിച്ച് എന്തോ വ്യാഖ്യാനിക്കട്ടെ, അത് നിന്റെ വിഷയമല്ല. അവൾക്കിന്ന് പകൽക്കാലം സൗഖ്യം വരണം. ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം ആരോടോ പറയുന്നു, ആമേൻ, നിനക്കിന്ന് പകൽക്കാലം സൗഖ്യമുണ്ട്. ചില കിടരോഗികളെ മേൽ ദൈവാത്മാവിൻ്റെ കരം വയ്ക്കുകയാണ്. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതോ ചില കുടുംബത്തിനകത്ത് ചില നാളുകളായി ആമേ സ്റ്റോക്ക് പോലെ ആമേ സ്തോത്രം പ്രൈസ് ദി ലോർഡ് അനുഭവിച്ച് ആയിരിക്കുന്ന ചില വ്യക്തികളെ ദൈവാത്മാവിന്ന് പകൽക്കാലം ദർശിക്കുന്നു. ഏതോ രാജ്യങ്ങളിൽ, പട്ടണങ്ങളിൽ, നിങ്ങൾ എവിടെയായിരുന്നാലും പരിശുദ്ധാത്മ വിളിച്ചു പറയുന്നു, വിശ്വാസത്തിൽ ഒന്ന് വർദ്ധിച്ചു വന്നാട്ടെ. എൻ്റെ കർത്താവ് എന്നെ സൗഖ്യമാക്കും. കാരണം കർത്താവ് ഒത്തിരി പക്ഷപാതക്കാരന്മാരെ സൗഖ്യമാക്കിയിട്ടുണ്ട്. ഒത്തിരി പക്ഷപാതക്കാരെ കർത്താവ് സൗഖ്യമാക്കിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സന്ദേശത്തിൻ്റെ മുൻപിൽ ആമേൻ ആരൊക്കെയോ വിടുതൽ വ്യാപരിക്കാൻ പോകുക, ആരൊക്കെയോ വിടുതൽ പ്രാപിക്കാൻ പോകുകയാണ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ദൈവകുഞ്ഞെ നീ ആയിരിക്കുമ്പോൾ ഒരു വലിയ ആത്മനിയോഗം ഇന്ന് പകലിൽ വെളിപ്പെടാൻ പോകുക. ഷുഡമനരകതുനി അതുരകരകതന ധൂരമനാരകൽക്കനാദി അന്തൽക്കമനപരകതനാകര ഓ റിവലവശംതൽ കമനേരകത കനാദികൾ കടകപരം ധനേകര. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം ഒരു വിടുതൽ സംഭവിക്കട്ടെ. ആമേൻ. യേശു അവളെ സ്തോത്രം പ്രൈസ് ദി ലോർഡ് കണ്ടപ്പോൾ പറഞ്ഞെന്തെന്നറിയാമോ? മകളെ ധൈര്യപ്പെടുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ സ്ത്രീക്ക് സൗഖ്യം വന്നു. കണ്ടോ, ഒത്തിരി വൈദ്യന്മാരാൽ സ്ഥിതിച്ച വ്യക്തിയ, ഒത്തിരി വൈദ്യന്മാരാൽ, ഒത്തിരി വൈദ്യന്മാരിൽ കൂടെ
നോക്കിയിട്ട് പോലും അവൾക്ക് സൗഖ്യം വന്നില്ല. ഈ സൗഖ്യം വരാത്ത കാരണം യേശുവിൻ്റെ അടുത്ത് വരാത്തത് കൊണ്ടാണ്. വൈദ്യൻ്റെ അടുത്ത് പോകുന്ന തെറ്റെന്നല്ല പറയുന്നത്. യേശുവിൻ്റെ പാദപീഠത്തിലേക്കൊന്ന് വരണം, ആ മുഴങ്കാലിലൊന്ന് ഇരിക്കണം. കർത്താവേ, എന്നെ നീ സൗഖ്യപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ആ സ്പോട്ടിൽ സൗഖ്യമാണ്. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ആമേൻ. പരിശുദ്ധാത്മാവ്, നോക്കിക്കേ 19-ാം വാക്യം. യേശു എഴുന്നേറ്റു, ശിഷ്യന്മാരുമായി അവൻ്റെ കൂടെ ചെന്നു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. യേശു എഴുന്നേറ്റ് എന്ത് ചെയ്തു? ശിഷ്യന്മാരുമായി അവൻ്റെ കൂടെ ചെന്നു. അന്ന് 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ള ഒരു സ്ത്രീ അവൻ്റെ വസ്ത്രം മാത്രം ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും എന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞു. പുറകിൽ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു. യേശു തിരിഞ്ഞ് അവളെ കണ്ടപ്പോൾ, മകളെ, ധൈര്യപ്പെടുക. ധൈര്യപ്പെടുക, ആ വാക്ക് ഇതുവരയ്ക്കും ആരും അവളോട് പറഞ്ഞിട്ടില്ല. ഇതുവരയ്ക്കും ആരും അവളോട് ഈ വാക്ക് പറഞ്ഞിട്ടില്ല. സ്തോത്രം, ധൈര്യമായിരിക്കാൻ. ഇന്ന് പകലിൽ ആരോടൊക്കെ ദൈവാത്മ പറയുന്നു? ധൈര്യമായിരിക്കുക, ധൈര്യപ്പെടുക, ധൈര്യപ്പെടുക, ധൈര്യപ്പെടുക. ആരോ നമ്മെ വിട്ടു പോകട്ടെ, ധൈര്യപ്പെടുക. എന്തോ സംഭവിക്കട്ടെ, ധൈര്യപ്പെടുക. ധൈര്യത്തോടെ ഇന്ന് പകലിൽ കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ഈ പകലിലും പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചല്ലോ, തുടർന്ന് കർത്താവിനോട് ഇടപെടുമാറാകണമേ. അത്ഭുതങ്ങളെ ചെയ്യണം. കർത്താവിൻ്റെ കൃപയെ ഞങ്ങളെ എല്ലാവരെയും മറയ്ക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കുമാറാകണം.